കഴിഞ്ഞ ഞായറാഴ്ച എന്നിവിടെ ഓർപ്പിച്ചു, ഇന്ത്യ ബൈബിൾ കോളേജിൽ 4-ാം വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ജിബിൻ. അദ്ദേഹം റിലയൻസിലെ ഒരു നല്ല ജോലിക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഇപ്പോഴും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ മാനേജരാണ്. അവർക്കൊരു കുഞ്ഞുണ്ട്. കർത്താവിനെ സേവിപ്പാൻ ഈ പ്രിയ സഹോദരൻ ഇറങ്ങി തിരിച്ചു. ഒത്തിരി പ്രതിസന്ധിയിൽ കൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കാനായിട്ട് നമുക്ക് കഴിയും. ബൈബിൾ കോളേജിലെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വെക്കേഷൻ ടൈമിൽ പല സ്ഥലങ്ങളിൽ പോയി മിനിസ്റ്റർ ചെയ്യണം, അവരുടെ പഠനത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ചില അസൗകര്യങ്ങൾ മുഖാന്തരം നമ്മളോടുകൂടെ ചില ദിവസങ്ങൾ ഈ വിധത്തിൽ സഹകരിക്കാനായിട്ടൊരു അനുവാദം അദ്ദേഹത്തിന് കൊടുത്തു. ആ വിധത്തിലാണ് നമ്മോടൊപ്പം ആയിരിക്കുന്നത്. തുടർന്ന് ചുരുങ്ങിയ സമയം അദ്ദേഹം തൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് കർത്താവിൻ്റെ മേശയിൽ ശുശ്രൂഷ ചെയ്യാം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലേക്ക് കർത്താവിനെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഈ ലഭിച്ച ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ് ദൈവത്തിന്. ഒന്നാമത്. രണ്ടാമത്, എനിക്കിങ്ങനൊരു അവസരം തന്ന ഈ ചർച്ചിൻ്റെ പാസ്റ്റർ, പ്രിയപ്പെട്ട സാംകുട്ടി പാസ്റ്ററുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാനിവിടെ വരുവാൻ കാരണമായി തീർന്നത് പാസ്റ്റർ സൂചിപ്പിച്ചല്ലോ, ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയിൽ ഞാൻ BD പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ പ്രാക്ടിക്കൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതിന് അവിടുത്തെ മാനേജ്മെൻറ്റ്, അവിടുത്തെ ഫാക്കൽറ്റി അവരെല്ലാവരും എന്നെ വളരെ സഹായിച്ചു. പ്രത്യേക മേഴ്സി ആൻറ്റി, ലൂക്കങ്ങൾ, എൻ്റെ അധ്യാപകർ പലരുണ്ട്. അവരോടെല്ലാവരോടുള്ള നന്ദി, സ്നേഹം ഈ സമയത്ത് അറിയിക്കുകയാണ്. ഞാൻ വലിയവനായ ദൈവത്തിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യം, ലഘു സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ജോബിൻ എന്നാണ്. എൻ്റെ സ്വദേശം ഇവിടെ നിന്ന് 15 കിലോമീറ്റർ മാറി റാന്നി പോകുന്ന വഴിക്ക് ചാലാപ്പള്ളി എന്നൊരു ഗ്രാമമാണ്. ഞാൻ ജനിച്ചു വളർന്ന ഒരു മർത്തുമ കുടുംബത്തിലാണ്. വളരെ നല്ല മാതാപിതാക്കളുടെ മകനായി വളരുവാൻ ദൈവം എന്നെ സഹായിച്ചു. 10ാം ക്ലാസ് വരെ വളരെ നല്ല അച്ചടക്കത്തിൽ വളരുവാൻ എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചു. ഞാൻ അങ്ങനെ തന്നെ വളർന്നു. പക്ഷെ 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ വേറൊരു മേഖലയ്ക്ക്, എൻ്റെ അമ്മ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു, പപ്പ വിദേശത്തായിരുന്നു. അപ്പം ഞാൻ 10ാം ക്ലാസ്സിന് ശേഷം മദ്യപാനം അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലേക്ക് പോയി. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു വഴി കൂടെ പോയപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ അവിടെ നിന്ന് കോയമ്പത്തൂർ ഡിഗ്രി പഠിക്കാൻ വേണ്ടി അയച്ചു. അപ്പം അവിടെയുള്ള കൂട്ടുകെട്ടെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് കോയമ്പത്തൂർ വിട്ടത്. അപ്പം കോയമ്പത്തൂർ ചെന്ന് BCom പഠിക്കാനായിട്ട് അവിടെ ചേർന്നു. പിന്നീട് അവിടെ വേറൊരു ജീവിതം തുടങ്ങി. അത് ലഹരി മരുന്നും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അങ്ങനെ പോയി. അപ്പം അത് പറഞ്ഞു വരുമ്പോൾ ഈ ചർച്ചിലുള്ള ഒരു ലിനു എന്ന് പറഞ്ഞ ഒരു ആ സമയത്ത് എൻ്റെ ഉള്ള ബാച്ച്മേറ്റ് എൻ്റെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, വ്യത്യസ്തനാണ്. കാരണം 100-ൽ 99 പേരും ലഹരിക്ക് അടിമയായിട്ട് അവിടെ ജീവിക്കുമ്പോൾ ഒരു വ്യത്യസ്തനായ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അത് ലിനു എന്ന് ഞങ്ങൾ വിളിക്കുമ്പോൾ തോമസ് എന്നാണ് പേര്. പുള്ളി BCA പഠിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്, ലീലമാമ. അപ്പം അങ്ങനെ ഇരിക്കും. അപ്പം അവിടെ നിന്ന് ജീവിതം വേറൊരു നിലവാരത്തിൽ പോയി. ദൈവം ഇല്ല എന്നുള്ളൊരു നിലവാരത്തിൽ അങ്ങനെ ജീവിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് മാതാപിതാക്കൾ അവിടെ നിന്ന് അടുത്ത തുടർ പഠനത്തിനായി ബാംഗ്ലൂരിലേക്ക് വിടുന്നു, MBA പഠിക്കാൻ. അവിടെയും പോയി, നിങ്ങൾക്ക് അറിയാമല്ലോ, അടുത്ത ലെവലിൽ പോയി. അങ്ങനെ ജീവിതത്തിൽ കൂടെ പോയി ഈ ലോകത്തിൻ്റെ ജീവിതത്തിൽ കൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം ജോലി ലഭിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിവാഹം ഇവിടെ കുമ്മനാട് ശാലേം മർത്തോമ പള്ളി വെച്ച് 2013 ജനുവരി 26 നടക്കുകയാണ്. അത് വൈഫ് ഒരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. SBIയിൽ 2009-11 ഈ സ്റ്റേറ്റ് ബാങ്ക് ഈ കുമ്മനാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എറണാകുളത്തേക്ക് താമസിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ എറണാകുളത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കും. വിവാഹത്തിന് ശേഷം 3-ാം മാസം ഏകദേശം ആയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നത്. ഞാൻ ആ ദൈവത്തെ നന്ദിയോടെ ഓർക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു രോഗമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിങ്കിലേക്ക് വരുവാൻ കാരണമായത്, ഒരു രോഗസൗഖ്യം. അപ്പം വൈഫ് ഇതുപോലെ സോറിയാസിസ് എന്നൊരു അസുഖം വന്ന് കഴുത്ത് മുതൽ കാല് വരെ പൊട്ടി ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടെ പോവുകയാണ്. അപ്പം ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട് ലേക്ക് ഷോറിലെ ഹോസ്പിറ്റലിൽ. ഒരു അവിടുത്തെ HOD, ഡെർമറ്റോളജിയുടെ HOD ഒരു സഞ്ജയാണ് ഡോക്ടർ.
അപ്പോൾ അത് ട്രീറ്റ്മെൻ്റ് എല്ലാം നടക്കുന്നു. പക്ഷേ ഇതിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ വളരെയധികം വിഷമിച്ചു. അപ്പം സമ്പത്തുണ്ട്, ചികിത്സിക്കാൻ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇത് മാറുന്നില്ല. ഇത് വീണ്ടും വീണ്ടും വൾഗറായി വളരെ മോശം, എനിക്ക് പോലും അടുത്തിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പം വളരെയധികം ഞങ്ങളിങ്ങനെ വിഷമിച്ചു. ഹോസ്പിറ്റലിൽ കാണുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലാസ്റ്റ് വൈഫ് ഒരാഴ്ച ലീവ് എടുത്ത് വീട്ടിലിരിക്കുകയാണ്. അവിടുത്തെ ഞങ്ങളെടുത്ത വീട്ടിൽ, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഞങ്ങൾ അവിടെ ഒന്നിച്ചിരിക്കുന്നു. വീട്ടിലേക്ക് വന്നാൽ അത് അവർക്ക് ഭയങ്കര പ്രയാസം, അവർ കാണുന്നില്ല ഈ അവസ്ഥ. അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ 10ാം ക്ലാസ് വരെ പോയ സൺഡേ സ്കൂളിൻ്റെ, മർത്തോമയിലായാലും സൺഡേ സ്കൂളിൽ പോയതിൻ്റെ ഓർമ്മയിലുള്ള ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട്. അപ്പം ഏറ്റവും ലാസ്റ്റാണ്, കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യണം. അപ്പം അവിടെ ഞങ്ങൾ വിചാരിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ എങ്ങനെയാണ് വന്നതെന്ന് എനിക്കും അറിയത്തില്ല. ഞങ്ങൾ ഒന്നിച്ച് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുകുത്തി ദൈവത്തോട് കരയുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ സന്നിധി പറഞ്ഞു, കർത്താവ്, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് ഒന്നും പറയാൻ അറിയത്തില്ല, എങ്കിലും ദൈവവചനത്തിലെ കഥകൾ കുറേ ഓർമ്മയുണ്ട്. ലാസറിനെ ഉയർപ്പിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, മുടന്തരെ നടത്തി, ഇല്ലായ്മയിൽ നിന്നെല്ലാം ഉളവാക്കും എന്നൊക്കെ ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട് സ്റ്റോറീസ്. അത് സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് സത്യമാണ്, ഇത് സൗഖ്യം തന്നാൽ ഞങ്ങളുടെ ജീവിതം നിനക്ക് വേണ്ടി സമർപ്പിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അന്നൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായൊരു വ്യത്യാസം ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികമായി കരയുവാണ്. എന്തിനാ കരയെന്ന് ചോദിച്ചാൽ പാപങ്ങളെ ഓർത്ത്, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് കരയുവാണ്. അങ്ങനെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഒരു വീഡിയോ പോലെ ദൈവം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഞാൻ ഈ പാപങ്ങൾ ഏറ്റു പറയുന്നുണ്ട്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ വൈഫ് ഞങ്ങൾ ഒന്നിച്ച് കൈ കോർത്ത് പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞങ്ങളെ സഹായിക്കണം. ആരുമില്ല, ഒന്നും സംഭവിച്ചില്ല, ഒരു മിറക്കിളും ഉണ്ടായില്ല. 2ാം ദിവസവും പ്രാർത്ഥിച്ചു, 3ാം ദിവസം പ്രാർത്ഥിച്ചു. എന്നാൽ 4ാം ദിവസം ആയപ്പം ഇത് ശരീരത്തിൽ നിന്ന് മുഴുവനായി മാറി. അങ്ങനെയാണ് ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് വരുവാനുള്ള കാരണം അത് ഞാൻ എൻ്റെ കണ്ണാൽ കണ്ടു. കാരണം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഡോക്ടർ പോലും അതിന് മെഡിസിൻ വന്നിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു 4ാം ദിവസം ഇതിങ്ങനെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു ദൈവം ഇല്ല എന്നും അല്ലെങ്കിൽ ദൈവത്തിന് വിരോധമായി ജീവിച്ചവരും എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ മുട്ടുകുത്തി, ഞാൻ സറണ്ടറായി, എൻ്റെ ലൈഫ് ഞാൻ ദൈവത്തിന് സമർപ്പിച്ചു. കാരണം സൗഖ്യം കണ്ടത് എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനാണെങ്കിലും പിന്നീട് ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, അതൊന്നും എനിക്ക് ദൈവം ഒരു സൈഡിൽ എന്നെ സഹായിക്കുമ്പോൾ വേറെ സൈഡിൽ വേദന വരുമ്പോൾ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ബലവും ദൈവം ഇപ്പുറത്ത് തരും. അപ്പോൾ അവിടെ മുട്ടുകുത്തിയപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എന്നെ നിറച്ചു, ദൈവിക കൃപാവരങ്ങൾ കൊണ്ട് നിറച്ചു. അതായത് 2013 വരെ പെന്തക്കോസ് എന്താണോ, പെന്തക്കോസ് അനുഭവം എന്താണോ അറിയാത്ത ഞാൻ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞപ്പോഴത്തേന് ഞാൻ ആൾ വ്യത്യസ്തനായിത്തീർന്നു. എന്നെ ട്രാൻസ്ഫോം ചെയ്തു. അതായത് എൻ്റെ സ്വഭാവത്തെയാണ് ട്രാൻസ്ഫോം ചെയ്തത്. അതായത് അന്ന് വരെ കാണാത്ത മാറ്റം പിന്നീട് എല്ലാം ഒരു മൊമെൻറ്റിൽ നിർത്തി ഞാനിങ്ങനെ മാറി ഇപ്പോഴും മാറിയെന്നല്ല, മാറിക്കൊണ്ടേയിരിക്കുന്നു. ആ ട്രാൻസ്ഫോർമേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 13 വർഷമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ജീവിക്കാൻ ദൈവം സഹായിച്ചു. ഇനി ഞാനൊരു കാര്യം പറയാം. എൻ്റെ അമ്മ ഏകദേശം 15 വർഷം കരഞ്ഞു എനിക്ക് വേണ്ടി, അതുപോലെ കരയുമായിരുന്നു എനിക്ക് വേണ്ടി. ആ കരച്ചിലിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ മർത്തോമയിലാണെങ്കിലും എൻ്റെ അമ്മ ശരിക്കും ആരാധനയ്ക്ക് പോവുകയും പ്രാർത്ഥിക്കുകയും ആ സമയത്ത് ഞങ്ങൾ അറിയാതെ സ്നാനമൊക്കെ പെട്ട് ആണ് എൻ്റെ മാതാവ്. അപ്പോൾ ആ അമ്മയുടെ കണ്ണുനീര് യഥാർത്ഥത്തിൽ ദൈവം കൈവിട്ടില്ല. അതാണ് അതിനകത്തെ രഹസ്യം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെ മക്കളെ പ്രതി കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നാൾ അവരും ദൈവത്തിന് വേണ്ടി വരുമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. കാരണം ദൈവം ഒരിക്കലും കരയുന്നവരുടെ കണ്ണുനീര് കണ്ടു മാറിപ്പോകത്തില്ല. എൻ്റെ അമ്മയെ ഞാൻ പലപ്പോഴും പരിഹസിച്ചിട്ടുണ്ട്, പലപ്പോഴും ഞാൻ കളിയാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാനത് തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാനിവിടെ വന്ന് നിൽക്കാൻ കാരണം എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ്. ഞാനതിന് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞാൻ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ എൻ്റെ പിതാവൊക്കെ ഇതിന് വളരെ എതിരാണ്. കാരണം മർത്തോമയിലെ ഒരു അച്ഛൻ, എൻ്റെ പപ്പായുടെ അമ്മാച്ചനുണ്ട്, മരുമക്കൾ 2 അച്ഛന്മാരുണ്ട്. അവരൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ ആ സമയത്ത് നിൽക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ വിശ്വാസത്തിൽ വന്നു. പപ്പ ഇതിനോട് വളരെയധികമായി എന്നോട് ഭയങ്കരമായി പ്രൊട്ടസ്റ്റ് ചെയ്തു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ഒന്നും ഞാൻ സംസാരിച്ചില്ല. ഏകദേശം ഒരു വർഷം 1.5 വർഷം കഴിഞ്ഞ് എൻ്റെ പപ്പായും എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങൾ അവരെല്ലാവരും കൂടെ കർത്താവിനെ അറിഞ്ഞ് വിശ്വാസ സ്നാനം എടുത്ത് ഇപ്പോൾ അവർ ന്യൂ ഇന്ത്യ ചർച്ചിൽ പാസ്റ്റർ പ്രിൻസ് തോമസിൻ്റെ ചർച്ചിലായിരിക്കുന്നു. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവ് നടത്തുന്നു.
ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ വൈഫും ഞാനുമായിട്ട് ഞങ്ങളൊരു ഇൻഡിപെൻഡൻറ്റ് ചർച്ചിൽ ചങ്ങനാശ്ശേരിയിലാണ്. അതുമായി ബന്ധപ്പെട്ട് 2013 മുതൽ ഇന്ന് വരെയും അവിടെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. ദൈവത്തിൻ്റെ കരുണയാൽ എനിക്ക് ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയിൽ 2023 പഠിക്കുവാൻ ഒരു അവസരം എനിക്ക് ലഭിച്ചു. അതും ഇതുപോലെ ഞാൻ നിൽക്കുന്ന ചർച്ചുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പം അതൊരു ഫിലിം മിനിസ്ട്രി ഉണ്ട്, പരസ്യോഗത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്, അതുപോലെ നോർത്ത് ഇന്ത്യയിൽ മിനിസ്ട്രി ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ പോയപ്പോൾ എൻ്റെ ഒരു അപ്പച്ചൻ്റെ പെങ്ങൾ ഇതുപോലെ പറഞ്ഞു, നീ ദൈവവചനം പഠിക്കുക, നീ അത് പഠിച്ച് നീ മുന്നോട്ട് പോകുക, അതാണ് അതിൻ്റെ. അപ്പോൾ എന്നെ ഒരു പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ എൻ്റെ ചർച്ച്, എൻ്റെ പാസ്റ്റർ, അതുപോലെ എൻ്റെ വൈഫ്, എൻ്റെ കുടുംബം, അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞാനിങ്ങനെ ആഗ്രഹം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 2023 എനിക്ക് ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയിൽ എനിക്ക് ഒരു അഡ്മിഷൻ തരുവാൻ അവിടുത്തെ മാനേജ്മെൻറ്റ് എന്നെ സഹായിച്ചു. യഥാർത്ഥത്തിൽ അത് എൻ്റെ ജീവിതത്തിൽ വേറൊരു വഴിത്തിരിവാണ്. ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഞാൻ എന്തെല്ലാമാണോ ഞാൻ മനസ്സിലാക്കിയത് അതിനൊക്കെ ഉപരിയാണ് ദൈവത്തിൻ്റെ വചനവുമായിട്ടുള്ള ബന്ധം എന്ന് എന്നെ പഠിപ്പിക്കുന്ന അവിടുത്തെ നല്ല അധ്യാപകർ, എന്നെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന അവരോടൊക്കെയുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. തുടർന്നും ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഞങ്ങൾ സമർപ്പിച്ചവരാണ്. ഞങ്ങളെ അതിനുവേണ്ടി മുന്നോട്ട് പോകാൻ വേണ്ടി ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ അത്യന്തം ശക്തി ഞങ്ങളിൽ നിറയേണ്ടതിന് വിശ്വസ്തയോടെ, അതായത് രോഗസൗഖ്യം വന്നെന്ന് പറഞ്ഞ് പിന്നീടുള്ള നാളുകളെല്ലാം സുഖമല്ലായിരുന്നു. പിന്നീട് വളരെയധികം പ്രയാസവും കഷ്ടമൊക്കെ വന്നു. എങ്കിലും കർത്താവ് എന്നെ വചനത്തിൽ ഉറപ്പിച്ചു. ദൈവത്തിൻ്റെ വചനം എന്നെ ശക്തീകരിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഏത് വേദന വന്നാലും കർത്താവിൻ്റെ സന്നദ്ധി കരയാനുള്ള മനസ്സുണ്ട്. ദൈവം നമ്മളെ ഒരു കയ്യിൽ കീപ്പ് ചെയ്യും. ആ പരിശുദ്ധാത്മാവ് നമ്മളെ മുന്നോട്ട് നയിക്കാൻ വലങ്കരം പിടിച്ചും കൊണ്ടുപോകും. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ ഒരു പ്രാർത്ഥന വിഷയം ഇവിടെ പറഞ്ഞു എൻ്റെ വൈഫിന് വേണ്ടി. ഞാൻ വളരെ നന്ദിയോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നന്ദി പറയുകയാണ്. കാരണം ആ പ്രാർത്ഥന കർത്താവ് കേട്ടു, വളരെയധികം ആശ്വാസം ലഭിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കാൻ ചെയ്തപ്പോൾ അതിനു മുമ്പ് ചെയ്ത സ്കാനിങ്ങിനെക്കാട്ടിലും ആ സിസ്റ്റിനൊക്കെ വളരെ വലുപ്പം കുറഞ്ഞു, വ്യത്യാസം വന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. തുടർന്നും ഞങ്ങളെ കുടുംബമായിട്ട് നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീഴാതെ വണ്ണം നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കേണ്ടതിന് ഞങ്ങളെ കുടുംബമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന ഈ പ്രിയപ്പെട്ട ചർച്ചിൻ്റെ എല്ലാ അധികാരികളോടും എല്ലാ ആളുകളോടുമുള്ള നന്ദിയും, പ്രത്യേകിച്ച് ഞാൻ പഠിക്കുന്ന എൻ്റെ കോളേജിനോടുള്ള സെമിനാരിയോടുള്ള നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.